ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിവിടെ ബിറ്റ് കോയിനിൽ പുതിയൊരു സെൽ പൊസിഷൻ. ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിവിടെ ബിറ്റ് കോയിനിൽ പുതിയൊരു സെൽ ഓർഡർ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് പ്ലസ് സപ്പോർട്ട് സോൺ ആണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടുന്ന് മാർക്കറ്റ് മുമ്പ് പ്രീവിയസ്ലി ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് മേലോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് 1 ടൈം റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് 2 ടൈംസ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. Okay, so this area is a support zone, support and a resistance zone. Okay, ഇവിടെ നിങ്ങൾ നോക്കി കാണാം മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യാതെയൊക്കെ തിരിച്ചിറങ്ങി ബിഗ് ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്ത ഒരു ഏരിയ ആണ്. സോ മാർക്കറ്റ് രണ്ടാമത് ആ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് അവിടുന്ന് ഒരു സെൽ ഓർഡർ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 756 രൂപയും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 250 ആണ്. ഓക്കെ, 262 കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. സോ ഈവൻ ഇഫ് ഈ ട്രേഡ് ലോസിൽ പോയാലും എന്റെ ക്യാപിറ്റലിലെ വെറും 1% ആണ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. സോ 100 ട്രേഡ്സ് എനിക്ക് എടുക്കാൻ പറ്റും. എന്റെ ക്യാപിറ്റലിലെ 3%, അതായത് 25,000 ആണ് എന്റെ ക്യാപിറ്റൽ. 1% 250 രൂപയാണ് എന്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. 750 രൂപ 3% ആണ് എന്റെ ടാർഗറ്റ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. സോ ഈ ട്രേഡ് ലോസിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല. 1% ലോസിന്റെ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ 1:3 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് എങ്കിൽ ഒരു 25 ട്രേഡ് ജയിച്ചാൽ മതിയാവും. 100 ട്രേഡിൽ 25 ട്രേഡ് ജയിച്ചാൽ മതിയാവും നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട്. അപ്പോഴ് സോ 75 ട്രേഡ് ലോസിൽ പോയാലും പ്രശ്നമില്ല. ഓക്കെ, സോ ആ 75 ട്രേഡ് ലോസിൽ പോയാലും പ്രശ്നമില്ലാത്തൊരു ട്രേഡാണ് ഈ ട്രേഡ്. എനിക്ക് ഇത് ലോസിൽ പോയാലും കുഴപ്പമില്ല, എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ഇതിന്റെ 3 ടൈംസ് പ്രോഫിറ്റ് എനിക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. അപ്പൊ നമ്മുടെ ട്രേഡ് ഇവിടെ 235 300 അടുപ്പിച്ച് ലാഭത്തിൽ വന്നായിരുന്നു. ഇപ്പൊ 200 232 അടുപ്പിച്ച് ലാഭത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ 15 മിനിറ്റ് ക്യാൻഡിലാണ്. ഓക്കെ, ബിറ്റ് കോയിൻ 24 അവേഴ്സ് മാർക്കറ്റ് ആണ്. ശനി ഞായറൊന്നും അവധിയൊന്നുമില്ല, ഫുൾ ടൈം മാർക്കറ്റ് റണ്ണിങ് ആണ്. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മിനിമം ചൂസ് ചെയ്യണം. 1 അവറോ 30 മിനിറ്റോ ഒക്കെ ആയാലും കുഴപ്പമില്ല. 4 അവർ ക്യാൻഡിൽ ആയാലും പ്രശ്നമില്ല. ഇഷ്ടമുള്ള ആൾക്കാർ 4 അവർ ക്യാൻഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ 1 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ വളരെ ചെറുതായി പോകും. അതുകൊണ്ട് 15 മിനിറ്റ് എങ്കിലും മിനിമം നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ ഈ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുവരെ മാർക്കറ്റിൽ അത്ര വലിയ പറയത്തക്ക വിധത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ, നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഒരുപാട് വലുതായതുകൊണ്ടോ സ്റ്റോപ്പ് ലോസ് ഒരുപാട് ദൂരെ ആയതുകൊണ്ടല്ല. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഇത് അവിടുന്ന് വെറുതെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ആ ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ തവണ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ 3-4 ദിവസത്തെ ചാർട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് സുഖമായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ വലിയ വലിയ മൂവ്മെന്റ് ഒക്കെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ എന്താ ഉണ്ടാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈമിലായിരിക്കും ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഈ ഫോറക്സ് മാർക്കറ്റ് ഒക്കെ നല്ല രീതിക്ക് ആക്റ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ടൈമുകൾ. അപ്പോൾ വൈകുന്നേരം ഇന്ത്യൻ ടൈം പ്രകാരം ഇന്ത്യൻ ടൈം വൈകുന്നേരം ഒരു 7-7:30 ഒക്കെ ആവുന്ന സമയത്താണ് അവിടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അല്ലെ US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ആ ടൈം, US മാർക്കറ്റ് ഓപ്പൺ ആയി US മാർക്കറ്റ് ക്ലോസ് ആവുന്ന ആ ഒരു ഇവിടുത്തെ ഒരു 7:30 തൊട്ട് 12:30 13:30 അല്ല 1:30 ആ റേഞ്ച് സമയം വരുന്ന ടൈമിലാണ് ബിറ്റ് കോയിനിൽ നമുക്ക് ഭയങ്കര മൂവ്മെന്റ് കാണാൻ പറ്റുക. ഈ സെയിം ട്രേഡ് ഞാൻ ഇന്ന് രാവിലെ എടുത്തത് കൊണ്ടാണ് ഇത്ര സ്ലോ മൂവ്മെന്റ്. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്. പക്ഷെ ഇന്നലെ രാത്രിയാണല്ലേ, ഇന്ന് രാത്രിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഈ 4 മണിക്കൂറിനകത്ത് എനിക്ക് 5 ട്രേഡ് എടുത്ത് തീരാൻ പറ്റും. 5 ട്രേഡ് റിസൾട്ട് വന്നത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് റിസൾട്ട് എനിക്ക് കിട്ടിയാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കുക. ബിറ്റ് കോയിനിൽ രാത്രി ഭയങ്കര വോളറ്റാലിറ്റി ആയിരിക്കും. ഈ ഒരു മോർണിംഗ് ടൈമിൽ വോളറ്റാലിറ്റി ഭയങ്കര കുറവായിരിക്കും. ശനി ഞായർ ഇതിനേക്കാളും വോളറ്റാലിറ്റി കുറവായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ ട്രേഡിംഗ് ഡേ ആയത് കാരണം പിന്നെ വോളറ്റാലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഒരു വോളറ്റാലിറ്റി നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ ശനി ഞായറും മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ്സും ക്ലോസ്ഡ് ആയത് കാരണം ശനി ഞായറും രാത്രി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ തന്നെ ഇനി വലിയൊരു മൂവ്മെന്റ് കിട്ടണമെന്നില്ല. ശനി ഞായർ വോളറ്റാലിറ്റി ഒന്നുകൂടി കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളെ ട്രേഡ് പിന്നെയും 300 രൂപ ടാർഗറ്റിന് അടുത്ത് വരാനായിട്ടുണ്ട്. ലെറ്റ്സ് സീ. സോ ആസ് എക്സ്പെക്റ്റഡ് നമ്മുടെ ട്രേഡിലൂടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം. ഓൾമോസ്റ്റ് വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ മാർക്കറ്റ് ആ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്നതിന് ശേഷം പെട്ടെന്ന് വലിയൊരു ഡൗൺ മൂവ്മെന്റ് ഉണ്ടായി. അതിനകത്ത് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഞാനിവിടെ പെട്ടെന്ന് വേറെ സസ്പെക്ട് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടപ്പോൾ, ഈ ഒരു പൊസിഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടപ്പം ഐ തോട്ട് ഇവിടെ മുമ്പ് ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. 2 വട്ടം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് മൊത്തം 3 വട്ടം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു റിവേഴ്സൽ ആയത് കാരണം ഐ തോട്ട് മാർക്കറ്റ് മേ ബി ഇവിടുന്ന് കയറി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചു.
പക്ഷെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് ഇവിടെ നോക്കിയാൽ കാണാം 772 രൂപയുടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ലെഡ്ജറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 772. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ 3222 രൂപയായിട്ടുണ്ട്. ഓക്കെ, 3222 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 3222 രൂപയാണ്, ശരിയാണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ 25,000 ആണ്. അതിൽ നിന്ന് നമ്മൾ 3200 സംതിങ് മേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 12-13% റിട്ടേൺസ് ആണ് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാനിപ്പോ 1 lakh വെച്ചാണ് നോർമലി ഞാൻ ട്രേഡ് ചെയ്യാറ്. അപ്പം ഈ 3000 എന്നുള്ളത് അതിന്റെ 12,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് കിട്ടേണ്ട ടൈമായി. അപ്പൊ 25,000 വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം എത്ര വേണ്ടി വരും, എത്ര ക്യാപിറ്റൽ മിനിമം വേണ്ടി വരും എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. 25,000 മിനിമം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ 1 lakh വെച്ച് ചെയ്യുന്നതിന്റെ സെയിം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ജസ്റ്റ് പ്രീവിയസ് വീഡിയോക്കകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് സക്സസ്. സീ യു നെക്സ്റ്റ് വീഡിയോ.